ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെയറീസ് ആൻഡ് മോം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ച് ഐറ്റമാണ്. അത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ യൂസ് ചെയ്യാം. അതിനായി ഞാൻ 2 പുഴുങ്ങിയ മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ മയോണൈസ് പ്രിപ്പയർ ചെയ്യാം. 2 പുഴുങ്ങിയ മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പഞ്ചസാര. ഇനി നമുക്ക് വേണ്ടത് എണ്ണയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, മിൻറ്റ്, ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് കൂടുതൽ ലിക്വിഡ് ഫോമിലോട്ട് വേണമെങ്കിൽ നമ്മൾ എണ്ണ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. ഞാനിവിടെ ക്യാരറ്റാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒണിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഓർഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓർഗാനോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ച മയോണൈസ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് എടുക്കാം. ഞാനിവിടെ വീറ്റിൻ്റെ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഹെൽത്തി ആണ് നമ്മൾക്ക് ഈ മൾട്ടിഗ്രെയിൻ്റെ ബ്രെഡ്. നമുക്ക് എല്ലാ ബേക്കറിയിലും അതും അവൈലബിൾ അല്ല. നമുക്കിനി ഓരോ സ്ലൈസ് എടുത്ത് അതിലോട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. ഒരു വശത്ത് മാത്രമേ ഞാൻ തേക്കുന്നുള്ളൂ. ഒരു വശത്ത് നമുക്ക് കെച്ചപ്പ് ആണ് ഞാനിവിടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അതും തേച്ച് കൊടുക്കുന്നുണ്ട്. അതും തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് എടുത്ത് നമുക്ക് ഒരു പീസ് ബ്രെഡ് എടുത്ത് നമുക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ഗീയോ ബട്ടറോ ഒക്കെ തേച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ അത് അത്ര ഹെൽത്തി അല്ല. നമ്മളിപ്പോൾ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. മൾട്ടിഗ്രെയിൻ്റെ ബ്രെഡ് വളരെ ടേസ്റ്റിയാണ്. ഈ മയോണൈസും എല്ലാം കൂടെ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാൻഡ്വിച്ച് ആണല്ലോ.